ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ ഐക്യവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. 20 ഓഗസ്റ്റ് 2024 ചൊവ്വാഴ്ച. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടക്റ്റീവ് ആറ്റിറ്റ്യൂഡാണ് നെവർ അലോ സംവൺസ് ഇൻഫ്ലുവൻസ് ലെറ്റ് യു ഡൗൺ. മറ്റൊരാളുടെ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് നിങ്ങളെ താഴെ കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതെങ്ങനെ? ശരിക്കും ഇത് വളരെ വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഒരു ആടുമായി നടന്നു പോകുന്ന നമ്പൂതിരിനെ പട്ടിയാണെന്ന് 3 പേര് പ്ലാൻ ചെയ്ത് സംസാരിച്ചപ്പോൾ അത് അവസാനം വിട്ട് പട്ടിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. മനുഷ്യന്റെ മൈൻഡ് അത്ര സിമ്പിളാണ്, അത്രയോ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം കയ്യിലുള്ള ആട്ടിൻകുട്ടിയെ പട്ടിയാക്കി ആളുകൾ തട്ടിക്കൊണ്ടുപോകും. അത്ര വേഗത്തിൽ നമ്മൾ കീഴ്പ്പെട്ടു പോകും ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ നെവർ അലോ അവർ മൈൻഡ് ഗെറ്റ് ഡൗൺ or never allow anyone to let you down. ആരെയും നിങ്ങൾ ഡൗൺ ആവാൻ പെർമിഷൻ കൊടുക്കാണ്ടിരിക്കുക, അനുവദിക്കാതിരിക്കുക. ആരെ കൊണ്ടും നിങ്ങൾ ഡൗൺ ആവാനുള്ള ഒരു അനുവാദം നിങ്ങൾ കൊടുക്കാതിരിക്കുക. പീപ്പിൾ വിൽ ട്രൈ ടു മേക്ക് യു നെഗറ്റീവ്. ആരൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കാൻ സാധ്യതയുള്ളത്? ഒന്ന്, എന്തിനും നെഗറ്റീവ് കാണുന്ന ആൾ നമ്മളെ നെഗറ്റീവ് ആക്കാം, അല്ലെങ്കിൽ അനലിസ്റ്റുകൾ നെഗറ്റീവ് ആക്കാം, അല്ലെങ്കിൽ ജലസിനെസ് ഉള്ളവർ നെഗറ്റീവ് ആക്കാം, ഗ്രീഡ് ഉള്ളവർ നെഗറ്റീവ് ആക്കാം. സോ സൊസൈറ്റിയിൽ നമ്മളെ നെഗറ്റീവാക്കി മെൻ്റലി നെഗറ്റീവ് നമ്മളിലേക്ക് ഓർ ചെയ്ത് നമ്മളെ പുൾ ഡൗൺ ചെയ്യാൻ സാധ്യതയുള്ള ഒത്തിരി നമ്പർ ഓഫ് ആളുകളുണ്ട്. അപ്പോൾ ഒരാളും നമ്മളെ നെഗറ്റീവാക്കി മെൻ്റലി താഴോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിപരമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇറ്റ് ഈസ് എ ഇൻ്റലിജൻ്റ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റീവ് മെഷർ ആറ്റിറ്റ്യൂഡ്. ഈ പ്രൊട്ടക്റ്റീവ് മെഷർ ആറ്റിറ്റ്യൂഡായിട്ടും ഇൻ്റലിജൻ്റ് ആറ്റിറ്റ്യൂഡായിട്ടും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ടും ഇറ്റ്സ് എ കോൺഫിഡൻറ്റ് സസ്റ്റൈനബിൾ ആറ്റിറ്റ്യൂഡായിട്ടും ഒക്കെ ഇതിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കോൺഫിഡൻസ് സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുന്നതിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി സൊസൈറ്റിക്കില്ല. സോഷ്യലി ആർക്കും നമ്മളുടെ കോൺഫിഡൻസ് സസ്റ്റെയിൻ ചെയ്യിക്കാനുള്ള ഡ്യൂട്ടി, ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ചുമലിൽ ആർക്കും കൊടുത്തിട്ടില്ല. ആരും ഏറ്റെടുക്കുകയുമില്ല. പിന്നെ ആരാണ് നമ്മുടെ കോൺഫിഡൻസ് സസ്റ്റൈനബിലിറ്റിക്ക് ഇത്ര റെസ്പോൺസിബിൾ? വി ഓൺലി ടു സസ്റ്റെയിൻ അവർ കോൺഫിഡൻസ്. നമ്മൾ മാത്രമേ നമ്മളുടെ കോൺഫിഡൻസിനെ സസ്റ്റെയിൻ ചെയ്യിക്കാനുള്ള കാപ്പബിൾ ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുള്ളൂ. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിലെ ഒരാളെയും നമ്മളുടെ കോൺഫിഡൻസ് താഴെ പോവാൻ അനുവദിക്കാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുവാനോ, അത്തരത്തിലുള്ള പ്രവൃത്തികളിലോ, സംസാരങ്ങളിലോ, കോൺവെർസേഷനുകളിലോ, ഡിബേറ്റുകളിലോ, മര്യാദാ രീതികളിലോ, എന്ത് തരത്തിലുള്ള ട്രാൻസാക്ഷനിലും ഇടപെടുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് താഴെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ പ്രിക്കോഷൻ എന്നുള്ള നിലക്ക് ഒന്നുകിൽ നമുക്ക് അതിനെ പ്രൊആക്റ്റീവ് മെഷർ എന്നുള്ള നിലക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാം, അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് സ്കിപ്പ് ആവാം, അല്ലെങ്കിൽ തേർഡ് ഒരു ഡിപ്ലോമാറ്റിക് ഡിസ്റ്റൻസിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിനകത്ത് ട്രാപ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ഈസ് ഇറ്റ് എ ബിഗ് ട്രാപ്പ്? ഇതൊരു വലിയ ട്രാപ്പാണോ? ആളുകൾ നമ്മളെങ്ങനെ നെഗറ്റീവായിട്ട് പുൾ ഡൗൺ ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് നശിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇതൊരു വലിയ ട്രാപ്പാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ട്രാപ്പ്. പലപ്പോഴും സൊസൈറ്റി ഈ ഒരു ട്രാപ്പിനെ ഇത്ര സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു വലിയ ട്രാപ്പായിട്ട് മനസ്സിലാക്കാതിരിക്കുന്നത്. ആസ് എ സോഷ്യൽ സയൻറ്റിസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മെൻ്റൽ കാപ്പബിലിറ്റീനെ ആര് ഹാം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും അതൊക്കെ ക്രൈം തന്നെയായിട്ട് വരും. നമ്മൾ ഫിസിക്കലി ഒരാൾ ഹാം ചെയ്യുമ്പോൾ മാത്രം ക്രൈം ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഒരാളെ മെൻ്റലി ടോർച്ചർ ചെയ്യുകയോ, ഹാം ചെയ്യുകയോ, എൻഡേഞ്ചർ ചെയ്യുകയോ, തകർത്ത് കളയുകയോ, മാനസികമായി പൂർണ്ണമായി ആധിപത്യം ഉണ്ടാക്കുകയോ, തകർത്ത് കളയുകയോ ചെയ്യുന്ന അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും അകപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ആരെങ്കിലും നമ്മുടെ കോൺഫിഡൻസ് താഴെ കൊണ്ടുപോകാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം, നിങ്ങളിട്ടിരിക്കുന്ന ഒരു വസ്ത്രം നോക്കിയിട്ട് അയ്യോ ഇത്ര തല്ലിപ്പൊളി വസ്ത്രമാണ് ഇട്ടിരിക്കുന്നതെന്ന് പബ്ലിക്കായിട്ടോ പ്രൈവറ്റ് ആയിട്ടോ നിങ്ങളോട് ചോദിച്ചാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് നോട്ട് ഓൺലി എ ഷെയ്മിങ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻസൾട്ടിങ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് ടൈപ്പ് ഓഫ് ലൂസിങ് യുവർ കോൺഫിഡൻസ്. നെവർ ട്രൈ ടു ലിസൺ സച്ച് ടൈപ്പ് ഓഫ് കമൻറ്റ്സ്. അത്തരത്തിലുള്ള കമൻറ്റുകൾ കേട്ട് മാനസികമായി തളരരുത്. ഇനി അങ്ങനത്തെ കേൾക്കേണ്ടി വരുമോ? വരും.
സൊസൈറ്റിയിൽ അതിന് ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾ പറയും. ഇവരൊക്കെ പറയുന്ന സമയത്ത് റെസിലിയൻ്റ് ആയിട്ട് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നെവർ അലോ എനിവൺ ടു ലെറ്റ് യു പുൾ ഡൗൺ. സോ നിങ്ങൾ ഡൗൺ ആക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ഓവർകം ചെയ്യാനുള്ള കാപ്പബിലിറ്റി, പ്രതിരോധശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. കുട്ടിയെ താലോലിക്കുകയും കൊഞ്ചിക്കുകയും അതിനോട് കിഞ്ചന വർത്തമാനങ്ങൾ പറയുകയും അതുമായി കളിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കൾക്ക് അതിന്റെ പ്രതിരോധത്തിന് ആവശ്യമായ വേദനിപ്പിക്കൽ ഉള്ള പോളിയോ കുത്തിവെക്കുന്നതിൽ മടിയുണ്ടാവാറില്ലല്ലോ. അങ്ങനെ മടിച്ചു നിന്നാൽ എൻ്റെ കുട്ടി കരയും, അതിന് വേദനിക്കും എന്നൊക്കെ വിചാരിച്ച് അതിന്റെ പ്രതിരോധ കുത്തിവെപ്പുകൾ തടഞ്ഞാൽ തൻ്റെ കുട്ടിക്ക് തന്നെ ഫ്യൂച്ചറിൽ അപകടമാകും എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, വേദനയോടുകൂടി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ഓവർകം ചെയ്യാനുള്ള പ്രാക്ടീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഫ്യൂച്ചറിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള രീതികളിലൂടെയും റെസിലിയൻ്റ് ആയിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാവുന്ന മെഷറോട് കൂടി ജീവിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏതെങ്കിലും ഒരു സമയത്ത് അത്തരത്തിലുള്ള ആളുകളുടെ കൂടി പെട്ടെന്ന് തകർന്ന് തരിപ്പണമായി മാനസികമായി തളർന്നു പോകാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലത്. സോ ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ട് അതിനെ മെന്റലി ഡെവലപ്പ് ചെയ്യാൻ. പോലീസ് ട്രെയിനിങ്ങിലൊക്കെ സാധാരണ മിലിറ്ററി ട്രെയിനിങ്ങിലൊക്കെ ഉണ്ടാവുന്ന മനോഹരമായ തെറിവാക്കുകളുടെ പ്രഘോഷണങ്ങളും ഉദ്ഘോഷണങ്ങളും പല രൂപത്തിലുള്ള ട്രെയിനിങ്സ് പല രാജ്യങ്ങളിൽ പല രൂപത്തിൽ നടക്കുന്നുണ്ട്. മെന്റലി അവരെ ക്യാപ്പബിൾ ആക്കാനും റെസിലിയൻ്റ് ആക്കാനും പ്രിവെന്റീവ് മെഷർ കറക്റ്റ് ആക്കാനും ഏത് സാഹചര്യത്തിലും പുൾ ഡൗൺ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ മെന്റലി സിറ്റുവേഷനലി പ്രൊട്ടക്റ്റീവ് ആവുന്ന രൂപത്തിൽ എമോഷണലി കൺട്രോൾഡ് ആവുന്ന രൂപത്തിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെയാണ്. സോ നമ്മുടെ എമോഷൻസ് നമ്മളുടെ ഇത്തരത്തിലുള്ള ഏത് സിറ്റുവേഷൻസും നമ്മൾ വീക്ക് ആവാതിരിക്കുകയും ആളുകൾ നമ്മളെ മാനസികമായി കോൺഫിഡൻസ് നശിപ്പിക്കുക, നമ്മുടെ ആറ്റിറ്റ്യൂഡിനകത്ത് നമ്മുടെ മൊറലിനകത്ത് ഇതിനൊക്കെ കൺഫ്യൂസ്ഡ് ആക്കുക, നമ്മൾ ഡൗട്ട് ചെയ്യുക, ഈ രൂപത്തിൽ നമ്മളിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിൽ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ വളരെ പ്രൊട്ടക്റ്റീവ് മെഷറിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. സോ ഡു വി ഹാവ് ദിസ്? ഇനി നമ്മുടെ ചോദ്യം അതാണ്, നമുക്ക് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? യെസ്, ഐ ഹാവ്. എനിക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ ആരെയും എന്നെ താഴെ പോകാൻ സമ്മതിക്കാറില്ല. എന്നെ താഴെ പോകുന്ന ആളുകളുടെ ഞാൻ ഡിസ്റ്റൻസ് പാലിക്കാറുണ്ട്. ഡിപ്ലോമാറ്റിക് ഡിസ്റ്റൻസ് ചെയ്യാറുണ്ട്. ഞാൻ അൺഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ എനർജിയെ ഡാമേജ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. സോ നമ്മളുടെ മെൻ്റൽ എനർജിയെ തളർത്തി കളയുന്ന ഇത്തരത്തിലുള്ള എല്ലാ ആളുകളിൽ നിന്നും, എല്ലാ തരത്തിൽ നിന്നും, എല്ലാ സിറ്റുവേഷനിൽ നിന്നും, എല്ലാ രീതികളിൽ നിന്നും, എല്ലാ അപകടപരമായിട്ടുള്ള കോൺവെർസേഷനുകളിൽ നിന്നും, അത്തരത്തിൽ മൈൻഡ് തകർന്നു പോകുമെന്ന് സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള വിഷ്വൽസിൽ നിന്നും, വീഡിയോസിൽ നിന്നും, ഓഡിയോസിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ നല്ല അർത്ഥത്തിൽ പ്രൊട്ടക്റ്റീവ് മെഷർ എടുത്തു എന്നർത്ഥം. നമ്പർ 2, ഇനി അത്തരത്തിലുള്ളൊരു ടോട്ടലി അങ്ങനെയുള്ള ഒരാളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടതെങ്കിൽ അവിടെ വി ഷുഡ് ട്രൈ ടു പ്രൊട്ടക്ട് അവർ സെൽഫ് വിത്ത് എ റെസിലിയൻ പവർ ഓഫ് റെസിലിയൻസ്. സോ ദാറ്റ് വിൽ ആൾസോ ഹെൽപ്പ് അസ് ആസ് എ പ്രൊട്ടക്റ്റീവ് മെഷർ ഓഫ് ആറ്റിറ്റ്യൂഡ്. ഒരു ആറ്റിറ്റ്യൂഡ്, പ്രൊട്ടക്റ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന നിലക്ക് ഇത് വലിയ ഗുണമുണ്ടാക്കുന്ന കാര്യം. സോ നമ്മുടെ കോൺഫിഡൻസ് ലൂസ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും അതിന് അവസരം ഉണ്ടായാൽ ഒരിക്കലും നമ്മുടെ കോൺഫിഡൻസ് താഴെ പോകരുത്. ഒരു താഴോട്ട് പോയ കോൺഫിഡൻസിനെ തിരിച്ച് റീഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. നമ്മൾ ആലോചിക്കേണ്ടത്, ഏത് രൂപത്തിലാണെങ്കിലും ഒളിമ്പിക്സിൽ ഒരു താരത്തിന് മെഡൽ നഷ്ടപ്പെടുമ്പം സ്വാഭാവികമായിട്ട് നഷ്ടപ്പെട്ടത് ആ കുട്ടിയുടെ മൊറേലിനെ ബാധിച്ചോ കോൺഫിഡൻസിനെ ബാധിച്ചോ നിങ്ങൾ ആലോചിച്ച് പ്രൊട്ടക്റ്റീവ് മെഷർ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ തിരിച്ചു വന്ന് അടുത്തൊരു ഒളിമ്പിക്സിൽ അതിമനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ മെഡലുമായി, നഷ്ടപ്പെട്ട സിൽവർ ആണെങ്കിൽ അടുത്ത ഒളിമ്പിക്സിൽ ഗോൾഡ് എടുക്കാൻ ഒരു പക്ഷേ ലോകത്ത് വളരെ മികച്ച നമ്പർ താരത്തെ തോൽപ്പിച്ചിട്ടാണ് സിൽവർ നേടിയിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അങ്ങനെയുള്ള ഒരാൾ അടുത്ത ഒളിമ്പിക്സിൽ നിർബന്ധമായിട്ടും സ്വർണം മാത്രമേ നേടൂ. സോ അത്ര പവർഫുൾ ആയിട്ട് റെസിലിയൻ്റ് ആയിട്ട് പ്രൊട്ടക്റ്റീവായിട്ട് തിരിച്ചു വരാൻ പറ്റിയാൽ ലോകത്ത് ഒരാൾ വിചാരിച്ചാലും എൻ്റെ കോൺഫിഡൻസ് താഴെ കൊണ്ടുപോകാൻ സാധിക്കുന്നതിലുള്ള വളരെ ശക്തമായ നെവർ ഗിവ് അപ്പിലൂടെ പവർഫുൾ ആയിട്ട് മേലോട്ട് വരാൻ. ട്രൈ ടു ഡു ദിസ് ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഇൻ അവർ ലൈഫ്. അതുകൊണ്ട് ചുറ്റുപാടുള്ള ആളുകൾ നമ്മുടെ വലിച്ച് താഴെയൊക്കെ നോക്കും. അതിൻ്റെ പുറകിലൊന്നും പോയിട്ട് കരഞ്ഞു കിടന്നുറങ്ങാനും ഡിപ്രസ്ഡ് ആവാനൊന്നും പോകുന്നത് ആനവങ്കത്തിനാണ്, ഭൂലോക വിഡ്ഢിത്തരാണ്. സോ ബി കെയർഫുൾ അബൌട്ട്. സോ ലെറ്റ് us try to protect ourselves, all our positive confidence in attitude. All the very best and have a great day. God bless. Thank you. I love you all. Bye bye. Bye for today.